പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് ഞങ്ങളുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദൈവത്തിൻപരമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. വിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ വരുന്ന സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇന്നലെ നമ്മൾ കണ്ട് യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനമാണ്. കാനായിലെ കല്യാണ വിരുന്ന്. അവിടെ നമ്മൾ കണ്ടു യേശുനാഥന് സമയമായില്ല എന്ന് പറഞ്ഞിട്ടും സമയമായി എന്ന് പറഞ്ഞ് അത്ഭുതം പ്രവർത്തിക്കാൻ പരിശുദ്ധ അമ്മ ഏൽപ്പിച്ചു വിടുകയും, ആ സമയത്ത് യേശുനാഥൻ അത്ഭുതം ചെയ്യുമ്പോൾ പരിശുദ്ധമ്മ ആ ഭവനത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ യേശുവിൻ്റെ അമ്മ പുത്രൻ ചെയ്ത അത്ഭുതം അവിടെ രുചിച്ച് നോക്കിയിട്ടുണ്ടാവും. അതിനുശേഷം യേശുവിൻ്റെ ഒരു അത്ഭുതവും കാണാൻ അമ്മ നോക്കിയിട്ടില്ല. ഭജനം മുഴുവൻ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഒരു സ്ഥലത്തും പുത്രൻ്റെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് പരിശുദ്ധ അമ്മ ഇല്ലാതെയാണ്. പരിശുദ്ധ അമ്മ തുടങ്ങി വെച്ചു, പുത്രൻ പ്രവർത്തിക്കുന്നു. അവസാനം വരെ ഒരു സ്ഥലത്തും പരിശുദ്ധ അമ്മ പുത്രൻ പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങൾ, ഒരുപാട് അത്ഭുതങ്ങൾ യേശുനാഥൻ 3 വർഷത്തെ പരസ്യ ജീവിതത്തിൽ സമർപ്പിച്ചു മക്കൾക്ക് വേണ്ടി. എന്നാൽ ഒന്നുപോലും പരിശുദ്ധ അമ്മ അറിയുകയോ കാണുകയോ ചെയ്യുന്നില്ല. വചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഒരു സ്ഥലത്ത് അമ്മ കാണുന്നുണ്ട്. യേശുനാഥൻ പ്രവർത്തിക്കുന്നതല്ല, യേശുവിൻ്റെ ശരീരത്തിൽ നിന്നും വരുന്ന രക്തവും ജലവും ഒരാളെ രക്ഷിക്കുന്നുണ്ട്. അത്ഭുതം തുടങ്ങി വെച്ചത് പരിശുദ്ധ അമ്മയാണ്. അവസാനം കുരിശുമരണത്തിൽ നിൽക്കുമ്പോഴും അമ്മ കാണുന്നുണ്ട്. തുടങ്ങി വെച്ചത് അമ്മയാണെങ്കിലും യേശുവിൻ്റെ അവസാനവും അമ്മ കാണുന്നുണ്ട്. യേശുവിനെ 3 കാരുണ്യപാണികളിൽ കുരിശിൽ തറയ്ക്കുമ്പോൾ, കുരിശിൽ തൂക്കിയിടുമ്പോഴും പരിശുദ്ധ അമ്മ ക്രൂശിൻ ചുവട്ടിൽ നിൽപ്പുണ്ട്, കുറച്ച് അകലെയായിട്ട്. എല്ലാം അമ്മ കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ 6 മണിക്കൂർ നേരം യേശുനാഥൻ കുരിശിൽ കിടന്ന് പിടയുന്നു. വേദന കൊണ്ട് 7 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു. അവസാനം യേശുനാഥൻ കുരിശിൽ മരിക്കുന്നു. അപ്പോൾ ഈ കുരിശിൻ്റെ ഒരു പ്രത്യേകത, കുരിശിൽ കിടന്ന് ഇത്ര മണിക്കൂർ കഴിഞ്ഞ് മരിച്ചില്ലെങ്കിൽ യഹൂദ പടയാളികൾ കണ്ണങ്കാല് തകർക്കും, ചുറ്റിക വെച്ച് അടിച്ച് കൊല്ലുവര്. അങ്ങനെ ഇരിക്കുമ്പോൾ യേശു തല ചായ്ച്ചു കുരിശിൽ. അപ്പം മരിച്ചോ ഇല്ലേ എന്ന് നോക്കാൻ ഒരു യഹൂദൻ, ഒരു ഒറ്റക്കണ്ണനായ യഹൂദൻ, അവൻ്റെ പേര് ലുങ്കിനോസ് എന്നാണ്. അവൻ കുന്തം കൊണ്ട് യേശുവിൻ്റെ വിലാപ്പുറത്ത് കുത്തുന്നുണ്ട്. അവൻ ഒറ്റക്കണ്ണനാണ്, ഒരു കണ്ണിനെ കാഴ്ചയുള്ളൂ. ഇതെല്ലാം യേശുവിൻ്റെ അമ്മ നോക്കി നിൽക്കുന്നുണ്ട്. വിലാപ്പുറത്ത് കുത്തിയപ്പോൾ അവിടെ നിന്ന് രക്തവും ജലവും ഒഴുകി വന്നു. അത് നേരെ വന്ന് വീഴുന്നത് ലുങ്കിനോസിൻ്റെ, ഈ കുത്തിയവൻ്റെ ഒറ്റക്കണ്ണിലാണ്. ആ നിമിഷം അവന് കാഴ്ച കിട്ടിയിരുന്നു. കാഴ്ച ഇല്ലാതിരുന്ന ഈ ലുങ്കിനോസിന് കാഴ്ച കിട്ടിയിരുന്നു. യേശു കുരിശിൽ മരിച്ചു. മരിച്ച ശേഷം രക്തവും ജലവും ഒഴുകി വന്ന് കുത്തിയപ്പോൾ അവൻ്റെ കണ്ണിൽ വീണു, അവന് കാഴ്ച കിട്ടി. യേശുവിൻ്റെ അവസാനത്തെ ഒരു അത്ഭുതമാണ് കണ്ടത്. അവൻ ഉടനെ അവിടെ മുട്ടുകുത്തി.
യേശുവിലേക്ക് നോക്കിയിട്ട് അവൻ പറഞ്ഞു, സത്യമായും ഇവൻ ദൈവപുത്രനായിരുന്നു. നമ്മൾക്ക് തെറ്റുപറ്റി. ആ നിമിഷം തന്നെ പാറകൾ പിളർന്ന്, നമുക്ക് കാണാൻ പറ്റില്ല, ഭൂമി കുലുങ്ങി, ദേവാലയത്തിൻ്റെ തിരുശീല അടിവരെ രണ്ടായി കീറി, വലിയൊരു ഭൂകമ്പമുണ്ടായി അവിടെ. അത് പരിശുദ്ധാത്മാവ് കുലുക്കലാണ്. ഇവൻ ദൈവപുത്രനാണെന്നും ഇവൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അത് സംഭവിച്ചത്. അപ്പോൾ 3 വർഷത്തെ പരസ്യ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ യേശുനാഥൻ പ്രവർത്തിച്ചിട്ട് അതൊന്നും അമ്മ കണ്ടിട്ടില്ല, അമ്മ കാണുന്നുമില്ല. പല സ്ഥലത്തും യേശുനാഥൻ പോകുന്നുണ്ട്, അല്ലേ? നമുക്ക് വചനത്തിൽ നോക്കി കാണാൻ പറ്റും. എന്നാൽ കാനായിലെ കല്യാണ വിരുന്നിൽ മാത്രമേ ഈ അമ്മ പ്രത്യക്ഷപ്പെട്ട് സമയമായില്ല എന്ന് പറഞ്ഞിട്ടും സമയമായി എന്ന് അവൻ പറയണത് ചെയ്യാമെന്ന് പരിചയരോട് പറയണം, അവിടെ നിന്നേച്ച വേലക്കാരോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് അമ്മ അങ്ങോട്ട് പോവുകയും, അങ്ങനെ യേശുനാഥൻ അവിടെ അത്ഭുതം പ്രവർത്തിക്കുകയാണ്. ഇതിനു മുമ്പ് യേശുനാഥൻ അത്ഭുതം പ്രവർത്തിക്കുന്നില്ല. ഈ അമ്മയുടെ വാക്ക് കേട്ട് യേശുനാഥൻ കൽഭരണികളിൽ വെള്ളം നിറച്ച് വീഞ്ഞാക്കുന്നു. ആ വെള്ളം വീഞ്ഞാകാതെ വന്നാൽ എന്തായിരിക്കും സ്ഥിതി? അമ്മയുടെ വാക്ക് തെറ്റും, പുത്രൻ ചെയ്തതെല്ലാം തെറ്റിപ്പോലെ. പക്ഷേ അമ്മ പറഞ്ഞപ്പോൾ അത് പരിശുദ്ധാത്മാവ് വഴിയാണ് അത് നിറവേറുന്നത്. പിതാവ് പുത്രനിൽ മഹത്വപ്പെടുത്തി. പുത്രനെ അമ്മയിലൂടെ അത്ഭുതം പ്രവർത്തിക്കാൻ പരസ്യ ജീവിതത്തിലേക്ക് യേശുനാഥൻ അന്നു മുതൽ ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന വചനം യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ 25 വരെയുള്ള തിരുവചനമാണ്. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന. യഹൂദരുടെ പെസഹ അടുത്തിരുന്നതിനാൽ യേശു ജെറുസലേമിലേക്ക് പോയി. അപ്പോൾ യഹൂദരുടെ പെസഹ, യേശുവിൻ്റെ 3 വർഷത്തെ പരസ്യ ജീവിതം ഏതാണ്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയും, അങ്ങനെ യേശുനാഥൻ ദേവാലയത്തിലേക്ക് വരികയാണ്. ഇതിനു മുമ്പും യേശുനാഥൻ അവിടെ വന്നിട്ടുണ്ട്, പക്ഷെ ഇതൊരു അവസാനത്തെ വരവാണ്. യേശുവിനെ അറിയാം എന്താ സംഭവിക്കാൻ പോകണമെന്നുള്ളതാണ്. അങ്ങനെ യേശുനാഥൻ ഈ ദേവാലയത്തിലേക്ക് വരുമ്പോൾ യേശുനാഥൻ കാണുന്നത് ആ ദേവാലയത്തിന് ചുറ്റും കുറെ വിൽപ്പനക്കാർ നിൽക്കുകയാണ്. കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റുന്നവരെയും ദേവാലയത്തിൽ നിന്നും അവൻ കണ്ടു. ദേവാലയത്തിൽ അവൻ കാണണം. അത് ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ ഒരു കാര്യം അറിയണം, നമ്മുടെ ദേവാലയത്തിൽ പിതാവിൻ്റെ ആലയമാണെന്ന് യേശുനാഥൻ പറയുന്നത്. എൻ്റെ പിതാവിൻ്റെ ആലയം കച്ചവട സ്ഥലമാക്കരുത്. നമ്മളത് ചെയ്യാൻ പാടില്ല, അതല്ലേ? നമ്മുടെയൊക്കെ ദേവാലയത്തിൽ എന്തൊക്കെയാണ് കാണിക്കുന്നത്, അല്ലേ? ഒന്നും പറയാൻ പോലില്ല. കർത്താവ് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓണമൊക്കെ കാണിക്കണം. ഓണം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണല്ലേ പള്ളികളിൽ കിടന്ന് കാണിക്കണത്? ഞാൻ ഭയങ്കര എതിർപ്പാണ് കേട്ടോ അതിന്. ഞാൻ ഒറ്റയ്ക്ക് നിന്നാണ് അതിൽ പൊരുതുന്നത്. ഒരാളും എനിക്ക് സപ്പോർട്ടില്ല. പക്ഷെ ഒരാളുണ്ട് എൻ്റെ ഇവിടെ. പരിശുദ്ധാത്മാവ് നിറഞ്ഞ യേശുനാഥൻ ഉണ്ടായിട്ടാണ് ഞാൻ പലരിടത്തും ഞാനത് പറഞ്ഞു, ഇത് ചെയ്യരുതെന്ന് പറഞ്ഞു. കാരണം വചനം അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് തെറ്റുപറ്റണത്. പുറപ്പാട് പുസ്തകമൊക്കെ വായിച്ചു നോക്കണം, വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അവനെ വിട്ട് ഇറങ്ങി വരണം, അപ്പോൾ നിന്റെ ഭക്ഷണവും പാനീയവും ഒക്കെ ഞാൻ ആശീർവദിക്കുമെന്നൊക്കെ കർത്താവ് പറയുന്നുണ്ട്. ഭയങ്കര തിന്മയുടെ ശക്തിയാണ് പൂക്കളൊക്കെ ഇടുന്നത് അവിടെ. ആ ദേവാലയത്തിൽ കച്ചവടം നടത്തുക, കച്ചവട സ്ഥലമാക്കി മാറ്റണം, അല്ലേ? അതൊന്നും കൊള്ളില്ല. കർത്താവ് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഇവിടെ കണ്ട, അവൻ ഈ വിൽക്കുന്ന ആൾക്കാരെയും
പൈസ ഉണ്ടാക്കണവരെയൊക്കെ യേശുനാഥൻ കാണും. ചില ഗ്രൂപ്പുകളിൽ മാതാവിൻ്റെ പേര് പറഞ്ഞ് ഗ്രൂപ്പുകളുണ്ട്. എഫാത്ത, അതുപോലെ പല പല ഗ്രൂപ്പുകളുണ്ടല്ലേ, പല പല കർത്താവിൻ്റെ നാമത്തിലുള്ള ഗ്രൂപ്പുകളാണ്. അതിനകത്ത് കൊണ്ടായിട്ട് ബിസിനസ്സിന് വേണ്ടി, പണം ഉണ്ടാക്കാൻ വേണ്ടി അത് ചെയ്യ് ഇത് ചെയ്യ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്നിടും. വേറെ ഗ്രൂപ്പുണ്ട്, അതിലിട്ടൂടെ. എന്തിനാ ഈ അമ്മയുടെ ഗ്രൂപ്പിൽ കൊണ്ടുവന്നിരുന്നത്? അങ്ങനെ ഇടേണ്ട ആവശ്യമില്ല, അത് തെറ്റാണ്, അതൊക്കെ ചെയ്യരുത്. ഈ ദേവാലയത്തിൽ ചെയ്യണതും ഈ അമ്മയുടെ ഗ്രൂപ്പിലുള്ള കൊണ്ടുവന്ന് ഇങ്ങനെ ഇടണം, അതൊക്കെ വളരെയധികം തെറ്റാണ്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണെന്നറിയാമോ? വചനവും ഇല്ല, വചനവും അറിയില്ല, പ്രാർത്ഥനയില്ല. അങ്ങനെ വരുമ്പോൾ ലോകത്തിലേക്ക് പോകും. അവർ നടക്കുന്നത് വെളിച്ചത്തിലാണ്. വെളിച്ചമില്ല, ഇരുട്ടത്ത് അവർ നടക്കുന്നത് ഇരുട്ടത്താ. വെളിച്ചമുണ്ടെന്ന് പറയും, പക്ഷെ കാൽ തട്ടി വീഴും, എപ്പോഴാണെന്നറിയില്ല. ഹല്ലേലൂയ. അവൻ ഇത് കണ്ട ഉടനെ യേശുവിന് അങ്ങോട്ട് കോപം വന്നു. യേശുവിന് കോപം വരുമോ? ദൈവപുത്രനല്ലേ. പക്ഷെ യേശുവിൻ്റെ കൺട്രോൾ പോയി. യേശു എന്ത് ചെയ്തെന്നറിയാമോ? ഒരു കയറ് കൊണ്ട് ഒരു ചമ്മട്ടി അവൻ ഉണ്ടാക്കി. ഒറ്റയ്ക്കാണ് യേശുനാഥൻ. ശിഷ്യന്മാരൊന്നും അടുത്ത് വരുന്നില്ല. എന്നിട്ട് അവനെ അടിക്കാൻ തുടങ്ങി. പ്രാവ്, ആട്, മാട്, കോഴി എല്ലാത്തിനും അടിച്ച് പറപ്പിച്ച് എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. യേശു അവിടെ കിടന്ന് അലറിയണം. അതോടുകൂടിയാണ് യേശുവിനെ ഈ യഹൂദന്മാർ ക്രൂശിക്കാനുള്ള പരിപാടികൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ദേഷ്യം വന്നു, അവരുടെ ബിസിനസ് നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഹല്ലേലൂയ. കയറ് കൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി. 15-ാം വാക്യം. അവയെല്ലാം ആടുകളോടും കാളകളോടും കൂടെ ദേവാലയത്തിൽ നിന്നും അടിച്ച് പുറത്താക്കി എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. അവിടെ യേശുനാഥൻ കണ്ടുപോയെന്ന് പറഞ്ഞു. ഈ ദേവാലയത്തിൽ നാണയമാറ്റക്കാരോടും നാണയങ്ങൾ ചിതറിക്കുകയും മേശകൾ തട്ടിമറിക്കുകയും ചെയ്തു. നാണയമൊക്കെ അങ്ങോട്ട് തെറിപ്പിച്ച് കളഞ്ഞു. എഴുന്നേറ്റ് പോകാൻ പറഞ്ഞു. പേടിച്ചു. യേശു അങ്ങോട്ട് വയലൻ്റായി, ഭയങ്കരമായിട്ട് ചമ്മട്ടി കൊണ്ട് അടിച്ച്. ഒറ്റയ്ക്കാണെന്ന് കരുതണം. അവർ യഹൂദന്മാർ ഗുണ്ടകളെ പോലെ നിൽക്കുകയാണ്, പക്ഷേ യേശുവിൻ്റെ അടുത്ത് അടുക്കാൻ പറ്റില്ല. അവർ ചെയ്യുന്നത് തെറ്റാണെന്ന് അവർക്കറിയാം. എല്ലാം തട്ടിമറിച്ചു. പ്രാവ് വിൽപ്പനക്കാരോട് അവൻ കൽപ്പിച്ചു, ഇവയെ ഇവിടെ നിന്നും എടുത്തുകൊണ്ട് പോകുകയും കണ്ടുപോയെന്ന് പറഞ്ഞോളാം. എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. പ്രാവിനെ അടിച്ച് തെറിപ്പിച്ചില്ല. അപ്പോൾ അവനെ എടുത്തുകൊണ്ട് ഓടിയിട്ടുണ്ടാവും. ഇതെന്താണ് ഈ കാണുന്നത്? ഒരു പെരുന്നാൾ വെടിക്കെട്ട് പോലെയാണ് യേശുനാഥൻ ഈ ദേവാലയത്തിൽ കിടന്ന് കാണിക്കുന്നത്. ഹല്ലേലൂയ. പോകുവിൻ. എന്നിട്ട് യേശു പറയുന്നു, എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലം ആക്കരുത്. വാണിംഗ് കൊടുക്കരുത്. എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലം ആക്കരുത്. കാരണം പുത്രൻ ബലിയർപ്പിക്കുന്ന ദേവാലയത്തിൽ പിതാവിനെ മഹത്വപ്പെടുത്തുന്നു, പിതാവ് പുത്രനെ മഹത്വപ്പെടുത്തുന്നു. അവർ രണ്ടുപേരും ഒന്നാണ്. അപ്പോൾ അവിടെ കച്ചവട സ്ഥലം ആക്കരുതെന്ന് യേശുനാഥൻ താക്കീത് കൊടുക്കുന്നു. 17-ാം വാക്യം. അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളയും. കണ്ടാ, കർത്താവിന് ഭയങ്കര വേദനയായിപ്പോയി. അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത, ഓർമ്മ, പിതാവിനെ പറ്റി എന്നെ വിഴുങ്ങിക്കളയുമെന്ന് പറയുന്നു. കർത്താവിന് ഒട്ടും യോജിക്കാനേ പറ്റുന്നില്ല. ഈ ആട്, മാട്, പ്രാവ്, കോഴിയൊക്കെ വിൽക്കണ നാണയമാറ്റക്കാർ കച്ചവട സ്ഥലമാക്കിയൊക്കെയാണ് എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞോളുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു. അവൻ്റെ ശിഷ്യന്മാർ കൂടെയുണ്ട്. അപ്പോൾ അവരത് ഓർത്ത് അവരത് ഒതുക്കി വച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. 18-ാം വാക്യം. യഹൂദർ അവനോട് ചോദിച്ചു. കണ്ടാ, യഹൂദന്മാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഗുണ്ടകളാണ് അവർ. അവർ യേശുവായിട്ടൊന്ന് തർക്കിക്കാൻ കഴിയണം. ഇത് ചെയ്യുവാൻ നിനക്ക് അധികാരമുണ്ടെന്നതിന് എന്തടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുക?
ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിനക്ക് അധികാരം തന്നത് ആരാണ്? എന്തടയാളമാണ് നീ ഞങ്ങൾക്ക് തരിക? യഹൂദന്മാർ യേശുവിനോട് ചോദിക്കുന്നു. യേശു മറുപടി പറഞ്ഞു, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും. നിങ്ങൾ കച്ചവടം ചെയ്ത് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് ഈ ദേവാലയം ഞങ്ങൾ നശിപ്പിച്ച് കളയാം, പക്ഷെ 3 ദിവസം കഴിഞ്ഞ് ഞാനത് പുനരുദ്ധരിക്കും. അത് യേശുവിൻ്റെ ശരീരമായ അപ്പമാണ്. കാസയും പിലാസയും തിരിക്കണം. 3 ദിവസം മരിച്ച് ഉയർത്തെഴുന്നേറ്റ് യേശുനാഥൻ വരുന്നത് ബലിപീഠത്തിലേക്കാണ്. പക്ഷെ അവർക്ക് അത് റോങ് ആയിട്ടാണ് തോന്നിയത്. എന്താ തോന്നിയത്? യഹൂദർ ചോദിച്ചു, ഈ ദേവാലയം പണിയാൻ യഹൂദർ ചോദിച്ചു, ഈ ദേവാലയം പണിയുവാൻ 46 സംവത്സരത്തിന് വെറും 3 ദിവസത്തിനകം നീ അത് പുനരുദ്ധരിക്കുമോ? യഹൂദർ ചോദിച്ചു, ഈ ദേവാലയം പണിയാൻ 46 സംവത്സരം എടുത്തു. അവർ തെറ്റിദ്ധരിക്കുന്നു. ഇതുപോലെ തന്നെ വേറൊരു സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റില്ലേ? യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെയാണ്, മത്തായിയുടെ സുവിശേഷത്തിലും കാണാൻ പറ്റും. നിക്കോമോസ് എന്ന് പറഞ്ഞവൻ യേശു അവനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, നീ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഉടനെ അവൻ ചോദിക്കും, ഈ പ്രായത്തിലും ഞാൻ അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് പോകണോ? അതെങ്ങനെ സാധിക്കും? യേശു പറഞ്ഞത് ഉപമയിലൂടെയാണ്, പക്ഷെ അവന് തിരിഞ്ഞത് വേറെ വിധത്തിലാണ്. നീ വീണ്ടും ജനിക്കണം, എങ്കിൽ മാത്രമേ നീ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ. അവൻ തെറ്റിദ്ധരിച്ചു. ഇവിടെയും തെറ്റിദ്ധരിച്ചു. 3 ദിവസത്തിനകം ഞാനത് പുനർസൃഷ്ടിക്കുമെന്ന് പറഞ്ഞത് യേശുവിൻ്റെ ശരീരമായ ആലയമാണ്. പക്ഷെ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം അവർ നോക്കുമ്പോൾ അവർ കാണുന്നത് അച്ഛനായ ജോസഫിൻ്റെ മകൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യയായ മറിയത്തിൻ്റെ മകൻ, ഇവനെങ്ങനെ ദൈവപുത്രനാകും? അങ്ങനെയുള്ള തെറ്റിദ്ധാരണ അവർക്ക് വന്നുകൂടിയപ്പോൾ യേശുവിൻ്റെ ഓരോ വാക്കുകളും അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. വെറും 3 ദിവസത്തിനകം ഇത് പുനരുദ്ധരിക്കുമോ? അവർ ചോദിക്കുന്നു. 3 ദിവസം കൊണ്ട് നീ ഇത് പുനരുദ്ധരിക്കുമോ? ഒരു തർക്കത്തിനുള്ള ഇട അവിടെ കൊടുക്കുന്നു. 21-ാം വാക്യം, എന്നാൽ അവൻ പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ്. ഇവിടെ എഴുതി വച്ചിരിക്കുന്നുണ്ട്. 21-ാം വാക്യം, യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 21-ാം വാക്യം, എന്നാൽ അവൻ പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ്. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അവനിത് പറഞ്ഞിരുന്നുവെന്ന് ഓർമ്മിക്കുകയും അങ്ങനെ വിശുദ്ധ ലിഖിതം യേശു പ്രസ്താവിച്ചതുപോലെ വചനവും വിശ്വസിക്കുകയും ചെയ്തു. യേശു അന്ന് പറഞ്ഞത് ശിഷ്യന്മാരത് കേട്ടു. അവരുടെ ബുദ്ധിയിലും മനസ്സിലും ഒക്കെ അത് റെക്കോർഡായി. ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ശിഷ്യന്മാർക്ക് വെളിപാട് കിട്ടി. അപ്പോൾ യേശുനാഥൻ മരിച്ചടക്കപ്പെട്ട് 3 ദിവസം കഴിഞ്ഞ് ഓരോ ദേവാലയത്തിലും യേശുനാഥൻ വസിക്കും എന്നുള്ളത് അപ്പോൾ ശിഷ്യന്മാർക്ക് ഓർമ്മയിൽ വന്നു. പെസഹ തിരുനാളിന് അവൻ ജെറുസലേമിൽ ഇരിക്കുമ്പോൾ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ട് വളരെ പേർ അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചു. വളരെ പേർ അവൻ്റെ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ട് വളരെ പേര് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ചു. എന്നാൽ യേശു വിശ്വസിച്ചില്ല. ഹല്ലേലൂയ. എന്താണ് നോക്കാം. 24-ാം വാക്യം, യേശു ആകട്ടെ അവരെ വിശ്വസിച്ചില്ല. കാരണം 2 വഞ്ചിയിൽ കാലുകുത്തുന്നവനാണെന്നും
യേശുവിന് നേരത്തെ അറിയാം. അവർ വിശ്വസിച്ചു പരിപോകുന്നുണ്ട്. പക്ഷെ തക്കം കിട്ടിയാൽ കാൽ മാറും അതിലെ. കാരണം അവൻ അവരെയെല്ലാം അറിഞ്ഞിരുന്നു. എന്താ? ഇതാണ് നമ്മൾക്കും പറ്റുന്ന ഒരേ തെറ്റ്. എന്താണെന്നാ, നമ്മളെല്ലാവരെയും കർത്താവിന് നന്നായിട്ട് അറിയാം. നമ്മളെത്ര വഴിമുട്ടി പോയാലും പ്രാർത്ഥിക്കുമ്പോഴൊക്കെ കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ ചെയ്യും. പക്ഷെ നമ്മുടെ സ്വഭാവം എന്താണെന്ന് കർത്താവിന് നന്നായിട്ടറിയാം. തക്കം കിട്ടിയാൽ നമ്മൾ കാൽ മാറും, പിന്നെയും വന്ന് കൂടും. പക്ഷെ യേശു ദൈവമാണ്. അവൻ നമ്മളെ സ്വീകരിക്കുകയും ചെയ്യും. വീണ്ടും പാപം ചെയ്യും, വീണ്ടും കുമ്പസാരിക്കും. വീണ്ടും പാപം ചെയ്യും, വീണ്ടും കുമ്പസാരിക്കും. ഇതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം, ക്രിസ്ത്യാനികളുടെ ജീവിതം. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് ആരെയും വിശ്വസിക്കുന്നില്ല. കാരണം എത്ര വിശ്വസിച്ച് മേലിൽ പാപം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് വീണ്ടും പാപം ചെയ്യും, വീണ്ടും കുമ്പസാരിക്കും, വീണ്ടും ആശീർവാദം തരും, വീണ്ടും അവൻ്റെ ശരീരത്വം നമുക്ക് തരും, അനുഗ്രഹിക്കും. പക്ഷെ അവന് ഒരിക്കലും നമ്മളെ പൂർണ്ണമായും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ പാപം ചെയ്യും എങ്ങനെയായാലും. ഹല്ലേലൂയ. മനുഷ്യനെ പറ്റി ആരുടെയും സാക്ഷ്യം അവന് ആവശ്യമില്ല. ഒരു മനുഷ്യൻ്റെയും സാക്ഷ്യമോ സപ്പോർട്ടോ യേശുനാഥന് ആവശ്യമില്ല. കാരണം അവൻ നമ്മളെ നോക്കണത് നമ്മുടെ അഹമാണ്, പുറമല്ല. നമ്മൾ നോക്കണത് ഓരോ മനുഷ്യൻ്റെയും പുറമാണ് നോക്കുന്നത്. അവനെങ്ങനെ നടക്കുന്നു, അവളെങ്ങനെ നടക്കുന്നു, അവനെങ്ങനെയുണ്ട്. പക്ഷെ യേശുനാഥൻ നടക്കുന്നത്, നോക്കുന്നത് നമ്മുടെ ഹൃദയമാണ്, ആത്മാവിലേക്കാണ്, ഹൃദയത്തിലേക്ക്. നീ എങ്ങനെയുള്ളവനാണ്? ഒറ്റ നോട്ടത്തിൽ കർത്താവ് അത് കണ്ടുപിടിക്കും. പക്ഷെ മനുഷ്യന് അത് കണ്ടുപിടിക്കാൻ പറ്റില്ല. മനുഷ്യന് അസാധ്യം, കർത്താവിന് സാധ്യം. ഹല്ലേലൂയ. യേശുവേ നന്ദി. മനുഷ്യനുള്ളതും എന്താണെന്ന് അവന് വ്യക്തമായി അറിഞ്ഞിരുന്നു. മനുഷ്യനിൽ ഉള്ളത് എന്താണെന്ന് അവന് വ്യക്തമായി അറിഞ്ഞിരുന്നു. കണ്ട, അതൊരു ചോദ്യം, ഒരു വാക്കാണ്. അത് നോക്കി, മനുഷ്യനിലുള്ളത് എന്താണെന്ന് വ്യക്തമായിട്ട് അവനെ അറിയാമായിരുന്നു. ഓരോ മനുഷ്യൻ്റെ സ്വഭാവം എന്താണെന്നും അവൾ പ്രവർത്തിക്കുന്നത് എന്തായിരിക്കുമെന്ന് അവന് നന്നായിട്ടറിയാം. എന്താണെന്നറിയാമോ? അവൻ ദൈവപുത്രനാണ്. നീ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ അടുത്ത വർഷം ഈ സമയത്ത് ജനുവരി, അടുത്ത 26-ാം വർഷം ജനുവരി 21-ാം തീയതി ഇത്ര മണിക്ക് ഇത്ര സമയത്ത് നീ എവിടെയായിരിക്കും എന്നുള്ളത് ഇന്ന് കർത്താവിന് ഇപ്പം അറിയാൻ പറ്റും. പക്ഷെ നമുക്കറിയാൻ പറ്റില്ല, കർത്താവിനറിയാം. അത്ര പവറാണ് നമ്മുടെ ദൈവമായ കർത്താവ്. ജീവിക്കുന്നവനാണ്. അപ്പം നമ്മൾ തെറ്റ് പാവം ചെയ്യാതെ നമുക്ക് ജീവിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സാധിക്കില്ല. കാരണം കൊതിക്കുന്ന ഹൃദയമാണ് പിതാവായ ദൈവം പുത്രനിലൂടെ നമ്മൾക്ക് തന്നിരിക്കുന്നത്. എന്ത് കിട്ടിയാലും നമുക്ക് തൃപ്തി വരികയില്ല. അത് വരണമെന്നുണ്ടെങ്കിൽ ദൈവമായ കർത്താവിനെ നമ്മൾ പൂർണ്ണമായി വചനത്തിലൂടെ കടന്നു പോകണം. എന്നാലും തെറ്റുപറ്റും. കാരണം മനുഷ്യനാണ്. അത് കർത്താവായ ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് അവിടുന്ന് പാപം മോചിപ്പിക്കുന്നത്. നിന്റെ നിരവധിയായ പാപങ്ങൾ ഞാൻ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം യേശുവിനെ അറിയാം. പാപം ചെയ്യാതെ ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധ്യമല്ല. ഹല്ലേലൂയ. അതിനാണ് നമ്മുടെ ദേവാലയങ്ങളെല്ലാം പല പല കർത്താവിൻ്റെ പ്രാർത്ഥനകളും കർമ്മങ്ങളെല്ലാം വെച്ചിരിക്കുന്നത്. കുമ്പസാരക്കൂട്, കുർബാന, ആരാധന, വചന ശുശ്രൂഷ, ഇതിലൊക്കെ നമ്മൾ പങ്കെടുക്കണം. 15 ദിവസത്തെങ്കിലും ഒരു വ്യക്തി വിശുദ്ധിയിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ കുമ്പസാരിച്ചിരിക്കണം. അങ്ങേയറ്റം പോയാൽ 1 മാസം, അതിനപ്പുറം പോകരുത്. കുമ്പസാരത്തിലൂടെയാണ് നമുക്ക് പാപമോചനം തരുന്നത്. പാപമോചനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് യേശുനാഥൻ്റെ വഴികൾ മനസ്സിലാക്കാൻ നോക്കും. എന്താണ് യേശുനാഥൻ്റെ വഴി?
ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള വചനം പഠിക്കാൻ തുടങ്ങും. അത് ഉദ്ഘോഷിക്കാൻ തുടങ്ങും. മറ്റുള്ളവരോട് പറയാൻ തുടങ്ങും. പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തും. 1 മണിക്കൂർ പ്രാർത്ഥിക്കാൻ കർത്താവ് പറയുന്നുണ്ടെങ്കിൽ കർത്താവിനെ കണ്ടുമുട്ടി രുചിച്ചറിഞ്ഞാൽ 2 മണിക്കൂറല്ല 3 മണിക്കൂർ പ്രാർത്ഥിക്കാൻ അവൻ്റെ ആത്മാവ് ദാഹിക്കും. അത് പരിശുദ്ധാത്മാവ് തരുന്ന ഒരു ദാനമാണ്. അത് നമ്മൾക്ക് കിട്ടണമെന്ന് നമ്മൾ ദാഹിച്ചെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. കർത്താവിൻ്റെ കൂടെ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. പ്രിയ സഹോദരി സഹോദര, ഇടുങ്ങിയ വഴിയിലൂടെ കടന്നു പോകണം. വിശാലമായ ഒരു വഴിയിലൂടെയും കർത്താവിൻ്റെ കൂടെ നടക്കാൻ പറ്റില്ല. ഒരുപാട് വേദനകളും പാട്ടും എല്ലാം കേൾക്കണം. എല്ലാം ഞാൻ ഓർക്കുകയാണ്, ഒരു സഹോദരൻ ജീസസ് ജീവിതത്തിലുള്ളതാണ്. അവനൊരു കുടുംബത്തിൽ ചെന്നിട്ട് ഇന്ന് ഇവിടെ ജപമാല വെച്ചോട്ടെ എന്ന് ചോദിച്ചു. ക്രിസ്ത്യൻ കുടുംബമാണ്. അയാളൊരു ഒറ്റ തുപ്പാണ് അവൻ്റെ മുഖത്തേക്ക്. കാർക്കിച്ചിട്ടൊരു ഒറ്റ തുപ്പ്. നോക്കി, ആ ചോദിച്ചതിൽ എന്തെങ്കിലും തെറ്റുണ്ടാവും. ഒരു ജപമാല ചൊല്ലാൻ ഞങ്ങളുടെ കൂട്ടായ്മയുണ്ട്, ഇവിടെ വന്നൊരു ജപമാല വെച്ചോട്ടെ എന്ന് വെച്ചപ്പോൾ അയാൾ കാർക്കിച്ച് അവൻ്റെ മുഖത്ത് തുപ്പി പോടാന്ന് പറഞ്ഞിട്ട്. അതാണ് മനുഷ്യൻ. അവനതും സ്വീകരിച്ചിട്ട് അവൻ പോയി. മദർ തെരേസ ഒരു കൊച്ചിനെ എടുത്തിട്ട് ഒരു ഹോട്ടലിൽ ചെന്നിട്ട് ആ ഓണറിനോട് ചോദിക്കുന്നുണ്ട്, ഈ കുഞ്ഞിന് എന്തെങ്കിലും ആഹാരം തരാൻ. അയാളൊരു ഒറ്റ തുപ്പാണ് മദർ തെരേസയുടെ മുഖത്തേക്ക്. അമ്മ മദർ പറഞ്ഞു, എനിക്കുള്ളത് കിട്ടി, നീ കുഞ്ഞിനുള്ളത് തരാൻ പറഞ്ഞു. എനിക്കുള്ളത് നീ തന്നു, നീ കുഞ്ഞിന് വിശപ്പടക്കാൻ ഒരു നേരത്തെ ആഹാരം തരൂ എന്ന് ആ അമ്മ കഞ്ചി ആലോചിച്ച് നോക്കി. അതാണ് ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ വ്യക്തി. അതാണ് ക്രിസ്തുവിനെ അറിഞ്ഞവൻ. അവിടെയാണ് അനുഗ്രഹം. അവിടെയാണ് നമ്മളെ വഴി നടത്തുന്നത്. യേശുവേ നന്ദി. പിതാവായ ദൈവമേ, പുത്രൻ്റെ വചനം കേൾക്കുമ്പോൾ വിറക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞ നസറനായ യേശുവേ, ഈ വചനം കേൾക്കുന്ന ഓരോ മകനെയും മകളെയും അനുഗ്രഹിക്കണമെന്ന്, വിശുദ്ധിയിലേക്ക് നടക്കാൻ പ്രാർത്ഥിക്കാൻ അവരനുഗ്രഹിക്കണമെന്ന് നസറനായ യേശുവേ, സ്വർഗീയ പിതാവായ ദൈവമേ, പുത്രൻ മഹത്വപ്പെടുവാൻ പുത്രൻ്റെ വചനം കേൾക്കുന്ന ഓരോ മകനെയും മകളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ. ഹല്ലേലൂയ.